മണിക്കൂറിൽ 48 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാറ് 30 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? അപ്പോൾ നമുക്കിവിടെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ദൂരം അഥവാ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം അഥവാ വേഗത ഗുണം സമയം. നമുക്കിവിടെ സമയം തന്നിട്ടില്ലേടാ. സമയം t=30 സെക്കൻഡാണ്. അതുപോലെ തന്നെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 48 കിലോമീറ്റർ. മണിക്കൂറിൽ 48 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 48 കിലോമീറ്റർ പെർ അവർ. ഇവിടെ നോക്കിയിട്ടാ, സമയം സെക്കൻഡിലാണ്, വേഗത കിലോമീറ്റർ പെർ അവറിലാണ്. നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. യൂണിറ്റ് സെയിം ആക്കണം. അതുകൊണ്ട് നമ്മളിവിടെ വേഗത കിലോമീറ്റർ പെർ അവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നു. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന വേഗതയെ 5/18 കൊണ്ട് ഗുണിക്കുക. 5/18. 18 48. നമുക്ക് 6 വെച്ച് വെട്ടാം. 3 × 6 18. 8 × 6 48. ബാക്കി എന്തുണ്ട്? 8 × 5 40 ഡിവൈഡഡ് ബൈ 3 40/3 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ ഡിവൈഡ് ചെയ്ത് ദശാംശ സംഖ്യയൊന്നും ആക്കാൻ നിൽക്കേണ്ട, ഇങ്ങനെ തന്നെ ഇട്ടയ്ക്കുക. ഈക്വൽ ടു നമുക്ക് നോക്കിയിടാം. വേഗത നമ്മൾ കണ്ടുപിടിച്ചു 40/3 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു സമയം നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട് 30. 3 വെട്ടുന്നു 10. ബാക്കി എന്തുണ്ട്? 40 × 10 400 മീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി.